Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ആയ റാഷണൽ നമ്പേഴ്സ് ആണ്. സോ എല്ലാവർക്കും അറിയോ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? സോ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പഠിക്കുന്നതിന്റെ മുന്നേ നമുക്ക് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, എന്താണ് ഹോൾ നമ്പേഴ്സ്, എന്താണ് ഇന്റിജേഴ്സ് എന്ന് പഠിക്കാം. ഓക്കെ, സോ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. നമ്മൾ നമ്പേഴ്സ് ഒക്കെ കൗണ്ട് ചെയ്യലുണ്ട് അല്ലെ, 1, 2, 3, 4 അങ്ങനെ കൗണ്ട് ചെയ്യും. സോ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. ദാറ്റ് മീൻസ് 1, 2, 3, 4 അങ്ങനെ പോവും നാച്ചുറൽ നമ്പേഴ്സ്. 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ നമ്മളൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 13. ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ. നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ഉള്ളതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവുക? നമുക്കറിയാം അല്ലെ, എക്സിന് നമ്മൾ 11 കൊടുത്തു നോക്കാം. സോ 11 പ്ലസ് 2 ആണ് 13. സോ ഇവിടെ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 11 ആണ്. സോ 11 എന്ത് നമ്പറാ? നാച്ചുറൽ നമ്പർ. So solution of this equation is a natural number which is 11. So 11 ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, സോ ഇതാണ് നാച്ചുറൽ നമ്പർ. നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അത് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഹോൾ നമ്പേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഹോൾ നമ്പേഴ്സ്? 0 along with all natural numbers are together called whole numbers. That means 0 കൂടെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടെ ഉണ്ടാവുമ്പോഴാണ് അതിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3, 4 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ് നാച്ചുറൽ നമ്പേഴ്സ്. സോ അതിന്റെ കൂടെ 0 കൂടെ കൂടുമ്പോ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? 0, 1, 2, 3, 4 അങ്ങനെ പോവും. ഓക്കെ, 0 കൂടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഹോൾ നമ്പേഴ്സ് ആണ്. ദാറ്റ് മീൻസ് 0 മുതലാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നമുക്ക് ഒരു ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. അപ്പം എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 6. സോ നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവുക? എക്സിന് 0 കൊടുക്കുമ്പോ അല്ലെ, 0 പ്ലസ് 6 അല്ലേ 6. സോ നമ്മൾ എക്സിന് കൊടുക്കുന്നത് 0 ആണ്. സോ 0 എന്ത് നമ്പർ ആണ്? ഹോൾ നമ്പർ ആണ്. സോ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്, വിച്ച് ഈസ് എ ഹോൾ നമ്പർ. സോ ഇതാണ് നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിനെയായിരുന്നു നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇന്റിജേഴ്സ് എന്താ നോക്കാം. ഓക്കെ, എന്താണ് ഇന്റിജേഴ്സ്? ഓൾ നമ്പേഴ്സ് ഫ്രം -3, -2, -1, 0, 1, 2, 3 etc. ആർ കോൾഡ് ഇന്റിജേഴ്സ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലെ, ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്. സോ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും, 0യും ഉണ്ടായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയാം. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ നമുക്കൊരു ഇക്വേഷൻ നോക്കാം. അപ്പം എക്സ് പ്ലസ് 15 ഈസ് ഈക്വൽ ടു 5. ഇവിടെ നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നോക്കാം. സോ എക്സ് പ്ലസ് 15ഉം 5ഉം ആണ്. സോ എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലാണ് നമുക്ക് LHS ഈസ് ഈക്വൽ ടു RHS കിട്ടുക? എക്സിന് നമുക്ക് -10 കൊടുക്കുക. സോ -10 പ്ലസ് 15 ആണ് 5. ദാറ്റ് മീൻസ് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? സബ്ട്രാക്ട് സ്മോൾ നമ്പർ ഫ്രം ലാർജ് നമ്പർ ആൻഡ് ഗീവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. സോ നമ്മൾ 15ഉം 10ഉം സബ്ട്രാക്ട് ചെയ്തു, എന്നിട്ട് ലാർജ് നമ്പർ ഏതാ? 15, അതിന്റെ സൈൻ ഇട്ട് കൊടുത്തു, അപ്പോഴാണ് 5 കിട്ടുക. സോ എക്സിന് നമ്മൾ കൊടുക്കുന്നത് -10 ആണ്. സോ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ -10 ആണ്. -10 എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പർ അല്ലെ. സോ അതെന്താണ്? ഒരു ഇന്റിജർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ഉണ്ടായിരിക്കും,
പോസിറ്റീവ് നമ്പർ ഉണ്ടായിരിക്കും, നെഗറ്റീവ് നമ്പർ ഉണ്ടായിരിക്കും. സോ -10 എന്ന് പറഞ്ഞാൽ ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് -10 വിച്ച് ഈസ് ആൻ ഇന്റിജർ. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തത്? നാച്ചുറൽ നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു, ഹോൾ നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു, ഇന്റിജേഴ്സ് എന്താന്ന് പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സ് എന്തായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലെ. 1, 2, 3, 4 അങ്ങനെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഹോൾ നമ്പേഴ്സ് ആയിരുന്നു. എന്തായിരുന്നു ഹോൾ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. നാച്ചുറൽ നമ്പേഴ്സിലോട്ട് 0 കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിനെയായിരുന്നു നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം അല്ലെ. 0, 1, 2, 3 അങ്ങനെ. പിന്നെ നമ്മൾ ഇന്റിജേഴ്സ് എന്താന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ഇന്റിജേഴ്സ്? ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ 0യും നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പേഴ്സും. അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും 0 കൂടെ ഉള്ള അതിനെയാണ് നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയാം അല്ലെ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നാച്ചുറൽ നമ്പർ എന്താ, ഹോൾ നമ്പർ എന്താ, ഇന്റിജർ എന്താ. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്ററിന്റെ നെയിം എന്തായിരുന്നു? റാഷണൽ നമ്പർ അല്ലെ. അപ്പൊ നമുക്ക് ഈ റാഷണൽ നമ്പർ എന്താ നോക്കിയാലോ. ഓക്കെ, എന്താണ് റാഷണൽ നമ്പർ? നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് p/q where p and q are integers and q not equal to 0. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, where p and q are integers. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇന്റിജേഴ്സ് എന്താണ്? ഇന്റിജേഴ്സ് ആണ് ഇവിടെ p യും q. ദാറ്റ് മീൻസ് p യും q മേ ബി 0 ആയിരിക്കാം, മേ ബി നെഗറ്റീവ് ആയിരിക്കാം, മേ ബി പോസിറ്റീവ് ആയിരിക്കാം. ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. പക്ഷെ നമ്മുടെ ഡിനോമിനേറ്റർ എന്താവരുത്? 0 ആവരുത്. അപ്പൊ ഒരു എക്സാമ്പിൾ എന്തായിരിക്കും? ഒരു റാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ നമുക്ക് 2/3 എഴുതി കൂടെ? 2/3 ഒരു എക്സാമ്പിൾ അല്ലേ റാഷണൽ നമ്പേഴ്സിന്റെ? കാരണം ഇതെന്താ? p/q ഫോമിലാണ് അല്ലെ. ഇവിടെ p 2 ആണ്, q എന്താ? 3 ആണ്. സോ ഇതൊരു p/q ഫോമിലാണ്. സോ 2/3 ഈസ് എ റാഷണൽ നമ്പർ. ആൻഡ് p and q ആർ ഇന്റിജേഴ്സ്. 2ഉം 3ഉം ഇന്റിജേഴ്സ് ആണ്. ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 3 നോട്ട് ഈക്വൽ ടു 0. സോ വി ക്യാൻ സേ ദാറ്റ് 2/3 ഈസ് എ റാഷണൽ നമ്പർ. ഇനി വേറൊരു എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? -4/7. ഇതൊരു റാഷണൽ നമ്പർ ആണ് അല്ലെ. കാരണം ഇതും എന്താണ്? p/q ഫോമിലാണ്. ഇവിടെ p എന്ന് പറഞ്ഞാൽ എന്താ? -4 ആണ്. q എന്ന് പറഞ്ഞാൽ 7 ആണ്. p and q are integers and q not equal to 0. So we can say that -4/7 is also a rational number. So rational number എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാ. p യും q യും ഇന്റിജേഴ്സ് ആണ്, q not equal to 0 ആണ്. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. 2x ഈസ് ഈക്വൽ ടു 3. അപ്പൊ നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമ്മൾ LHSഉം RHSഉം ഈക്വൽ ആവുക? x ഈസ് ഈക്വൽ ടു 3/2. സോ എക്സ് വാല്യൂ 3/2 ആണ്. സോ നമ്മൾ 3/2 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റാഷണൽ നമ്പർ ആണ്. ദാറ്റ് മീൻസ് ഇതൊരു p/q ഫോമിലാണ്. p യും q യും ഇന്റിജേഴ്സ് ആണ്, q നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് എക്സിന്റെ വാല്യൂ 3/2 ആണ് ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ വിച്ച് ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പർ എന്താന്ന് പറഞ്ഞു, ഹോൾ നമ്പർ എന്താന്ന് പറഞ്ഞു, ഇന്റിജേഴ്സ് എന്താന്ന് പറഞ്ഞു, പിന്നെ നമ്മളെ ചാപ്റ്ററിന്റെ നെയിമായ റാഷണൽ നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ്. p യും q യും ഇന്റിജേഴ്സ് ആണ്, q നോട്ട് ഈക്വൽ ടു 0. നമ്മുടെ ഡിനോമിനേറ്റർ ഒരിക്കലും 0ക്ക് ഈക്വൽ ആവരുത്. ഓക്കെ, സോ റാഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. റാഷണൽ നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുക, റാഷണൽ നമ്പർ എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പർ. എന്താണ് റാഷണൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ്? ഓക്കെ, സോ നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? റാഷണൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് ക്ലോഷർ പ്രോപ്പർട്ടി. When two real numbers a and b are added, subtracted, multiplied or divided, the result is also a real number. നമുക്ക് രണ്ട് റിയൽ നമ്പേഴ്സ് എയും ബിയും ഉണ്ട്. ആ എയും ബിയും നമ്മൾ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും നമുക്ക് ഒരു റിയൽ നമ്പർ തന്നെ കിട്ടാം.
ഓക്കെ, അതാണ്. ദാറ്റ് മീൻസ് ഇപ്പം എയും ബിയും രണ്ട് റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ പ്ലസ് ബി ഈസ് ഓൾസോ എ റിയൽ നമ്പർ, എ മൈനസ് ബി ഈസ് ഓൾസോ എ റിയൽ നമ്പർ, എ ഇൻറ്റു ബി ഈസ് ഓൾസോ എ റിയൽ നമ്പർ, എ ഡിവൈഡഡ് ബൈ ബി ഈസ് ഓൾസോ എ റിയൽ നമ്പർ. ഇങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്, സബ്സ്ട്രാക്ഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡിവിഷൻ ആണ് എന്ന് പറയാൻ പറ്റും. സോ നമുക്കിത് ചെക്ക് ചെയ്യാം, എല്ലാ കേസിലും ചെക്ക് ചെയ്ത് നോക്കാം ഇത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അടുത്ത് രണ്ട് റിയൽ നമ്പേഴ്സ് എയും ബിയും ഉണ്ടെങ്കിൽ ആ എയും ബിയും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എഗെയിൻ ഒരു റിയൽ നമ്പർ ആണോ കിട്ടുക, ആ എയും ബിയും നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ എഗെയിൻ നമുക്കൊരു റിയൽ നമ്പർ ആണോ കിട്ടുക, ആ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ചെയ്താലൊക്കെ നമുക്ക് എഗെയിൻ ആ റിയൽ നമ്പർ ആണോ കിട്ടുക. then we can say that they are closed under addition, subtraction, multiplication, division. Okay, so ഈ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് ഓരോ കേസിൽ നോക്കാം. നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്താന്ന് പഠിച്ചിരുന്നു. സോ ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ നോക്കാം, ഇന്റിജേഴ്സിന്റെ കേസിൽ നോക്കാം, പിന്നെ നമ്മളെ ചാപ്റ്ററിന്റെ നെയിമായ റാഷണൽ നമ്പേഴ്സിന്റെ കേസിലും നോക്കാം. ഓക്കെ, സോ ഈ മൂന്ന് കേസിലും നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. സോ ഹോൾ നമ്പേഴ്സിൽ തന്നെ നമുക്ക് അഡീഷൻ നോക്കണം, സബ്സ്ട്രാക്ഷൻ നോക്കണം, മൾട്ടിപ്ലിക്കേഷൻ നോക്കണം, ഡിവിഷൻ നോക്കണം. അതുപോലെ ഇന്റിജേഴ്സിന്റെ കേസിലും നമുക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നോക്കണം. റാഷണൽ നമ്പറിന്റെ കേസിലും അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് ഈ മൂന്നെണ്ണത്തിലും 4 കേസസും നമുക്ക് നോക്കണം. സോ അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. മനസ്സിലായില്ല എല്ലാവർക്കും? എയും ബിയും നമുക്ക് രണ്ട് റിയൽ നമ്പർ ആണെങ്കിൽ അത് ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എഗെയിൻ ഒരു റിയൽ നമ്പർ കിട്ടണം. അതായിരുന്നു അല്ലെ ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം ഹോൾ നമ്പറിലും ഇന്റിജേഴ്സിലും റാഷണൽ നമ്പേഴ്സിലും. ഓക്കെ, സോ ഫസ്റ്റ് കേസ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിൽ നമുക്ക് ആദ്യം അഡീഷൻ നോക്കാം. രണ്ട് ഹോൾ നമ്പർ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് അറിയാം അല്ലെ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 0, 1, 2, 3, 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണ് ഹോൾ നമ്പേഴ്സ്. സോ നമുക്ക് നോക്കാം 2 + 3. 2 ഒരു ഹോൾ നമ്പർ ആണ്, 3 ഒരു ഹോൾ നമ്പർ ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 5 അല്ലേ. സോ 5ഉം എന്താണ്, ഒരു ഹോൾ നമ്പർ ആണ്. അപ്പൊ രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോ നമുക്ക് എഗെയിൻ ഒരു ഹോൾ നമ്പർ കിട്ടി. ദെൻ 3 + 7. So what is 3 + 7? Which is equal to 10. So 3 + 7 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. So 3 + 7 is equal to 10. 3 ഒരു എന്താണ്, 3 ഒരു ഹോൾ നമ്പർ ആണ്, 7 ഒരു ഹോൾ നമ്പർ ആണ്, 10ഉം എന്താണ്, ഒരു ഹോൾ നമ്പർ ആണ്. സോ എയും ബിയും പറഞ്ഞ രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ആണ് ചെക്ക് ചെയ്തത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. എ ബി എന്ന് പറഞ്ഞ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ എ + ബി എന്താണ്, എയും ബിയും രണ്ട് ഹോൾ നമ്പർ ആണെങ്കിൽ എ + ബി ഈസ് ഓൾസോ എ ഹോൾ നമ്പർ. എ + ബിയും എന്താണ്, ഒരു ഹോൾ നമ്പർ ആണെന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. ഓക്കെ, സബ്ട്രാക്ഷനും ഇതുപോലെ നോക്കുക. അഡീഷന് പകരം എന്തായിരിക്കും, സബ്ട്രാക്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് രണ്ട് ഹോൾ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 3 - 2 എന്താണ്, 3 - 2 1. സോ 3 ഒരു ഹോൾ നമ്പർ ആണ്, 2 ഒരു ഹോൾ നമ്പർ ആണ്. അത് രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടി അല്ലേ. ദെൻ 7 - 5. വാട്ട് ഈസ് 7 - 5? വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇത് നമുക്ക് അങ്ങനെ കിട്ടി. ദെൻ വാട്ട് അബൌട്ട് 5 - 2 which is equal to 3. ഇത് നമുക്ക് രണ്ട് ഹോൾ നമ്പർ സബ്ട്രാക്ട് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടിയില്ലേ. ദെൻ വാട്ട് അബൌട്ട് 7 - 8? So what is 7 - 8?
നമുക്കറിയാം 8 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. സോ 7 മൈനസ് 8 ആണെങ്കിലോ -1 ആയിരിക്കും. ഓക്കെ, -1. സോ -1 ഒരു ഹോൾ നമ്പർ ആണോ? അല്ല, -1 ഒരു ഇന്റിജർ ആണ്. നെഗറ്റീവ് നമ്പർ ഒരിക്കലും ഹോൾ നമ്പേഴ്സ് ആയിരിക്കൂല, അത് ഇന്റിജർ ആണ്. സോ 2 ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പം നമുക്കൊരു ഇന്റിജർ ആണ് കിട്ടിയത്, നമുക്ക് ഹോൾ നമ്പർ അല്ല കിട്ടിയത്. സോ ഈ കേസസിലൊക്കെ ഇത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം നമുക്ക് കറക്റ്റ് ആയി കിട്ടിയോ? ഇല്ല. സപ്പോസ് 8 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എന്താ? -2. സോ എല്ലാ കേസസിലും കറക്റ്റ് ആവണമെന്നില്ല. 2 ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പം നമുക്ക് എഗെയിൻ ഒരു ഹോൾ നമ്പർ അല്ല കിട്ടിയത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, എയും ബിയും 2 ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ a മൈനസ് ബി ഈസ് ഹോൾ നമ്പർ ആണോ? a മൈനസ് ബി ഈസ് നോട്ട് എ ഹോൾ നമ്പർ ഈ ഒരു കേസസിൽ. ഓക്കെ, സോ എല്ലാ കേസിലും നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഇവിടെ ഒക്കെ നമുക്ക് 2 ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പോ എഗെയിൻ ഒരു ഹോൾ നമ്പർ ആയിരുന്നു. പക്ഷെ ഈ കേസിലാണോ? അല്ല, 2 ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പോ നമുക്ക് ഇന്റിജർ ആണ് കിട്ടിയത്, ഹോൾ നമ്പർ അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, ബട്ട് ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷനിൽ എന്താ? ഹോൾ നമ്പേഴ്സ് ക്ലോസ്ഡ് അല്ല. ഓക്കെ, ബിക്കോസ് നമുക്ക് ഇവിടെ കിട്ടിയത് ഇന്റിജർ ആണ്. അഗെയിൻ നമുക്ക് ഹോൾ നമ്പർ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ബട്ട് ഹിയർ ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കിയാലോ? ഓക്കെ, 2 ഹോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പൊ 3 ഒരു ഹോൾ നമ്പർ ആണ്, ഇൻറ്റു 6 ഒരു ഹോൾ നമ്പർ ആണ്. സോ വാട്ട് ഈസ് 3 into 6? 18. ഓക്കെ, 2 ഹോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് എഗെയിൻ ഒരു ഹോൾ നമ്പർ കിട്ടിയില്ലേ. ദെൻ 4 into 2 which is equal to 8. സോ 2 ഹോൾ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, എഗെയിൻ നമുക്ക് എന്ത് കിട്ടി? ഒരു ഹോൾ നമ്പർ കിട്ടി. സോ എയും ബിയും 2 ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ a into b is also a whole number. സോ എയും ബിയും 2 ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ a into b യും എപ്പോഴും ഹോൾ നമ്പേഴ്സ് തന്നെ കിട്ടുന്നത് അല്ലേ. നമ്മൾ 2 ഹോൾ നമ്പേഴ്സ് എപ്പോ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? ആ ഒരു ഹോൾ നമ്പർ തന്നെ അതിന്റെ ആൻസർ കിട്ടുക. സോ വി ക്യാൻ സേ ദാറ്റ് what? Which is our property? Closure property. So whole numbers are closed under multiplication. So additionലും multiplicationലും closed ആണ് നോക്കി, അത് കറക്റ്റ് ആണ് അല്ലെ. സോ സബ്ട്രാക്ഷനും നമ്മൾ നോക്കി, പക്ഷെ അത് ക്ലോസ്ഡ് അല്ല എന്ന് കണ്ടു. ഇനി നമുക്ക് ഡിവിഷനും കൂടെ നോക്കാം. 2 ഹോൾ നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കുക. 6/3. എന്താ 6/3? 2. സോ ഇവിടെ 2 ഹോൾ നമ്പർ 6ഉം 3യും 6ഉം 3യും ഹോൾ നമ്പർ ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടിയില്ലേ. ബട്ട് എല്ലാ കേസിലും കറക്റ്റ് ആവോ? ഇപ്പൊ 3/6 ആണെങ്കിലോ ഇറ്റ് ഈസ് 1/2. ഇത് 1/2 ഒരു ഹോൾ നമ്പർ ആണോ? അല്ല. 1 ഡിവൈഡഡ് ബൈ 2 നമുക്ക് ഒരിക്കലും ഒരു ഹോൾ നമ്പർ കിട്ടൂല. ഓക്കെ, സോ എല്ലാ കേസസിലും 2 ഹോൾ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു ഹോൾ നമ്പർ അല്ല കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് whole numbers are not closed under division. സോ നമ്മൾ എയും ബിയും 2 ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ എ ഡിവൈഡഡ് ബൈ ബി എന്താണ്? ഹോൾ നമ്പർ ആവോ? അല്ല. എ ഡിവൈഡഡ് ബൈ ബി നമുക്ക് ഹോൾ നമ്പർ അല്ല കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹോൾ നമ്പേഴ്സിൽ അഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് എഗെയിൻ ഹോൾ നമ്പേഴ്സ് ആയിരുന്നു കിട്ടിയത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ബട്ട് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ചില കേസിൽ ഇന്റിജേഴ്സ് കിട്ടുന്നുണ്ട്. സോ ഹോൾ നമ്പർ അല്ല കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കി. 2 ഹോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ ആണ് കിട്ടിയത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഡിവിഷൻ നോക്കിയപ്പോൾ 2
ഹോൾ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പം നമുക്ക് ഹോൾ നമ്പർ തന്നെ കിട്ടണമെന്നില്ല. സോ ഇവിടെ നിന്ന് നമുക്ക് ഹോൾ നമ്പർ അല്ലല്ലേ കിട്ടി. സോ നമുക്ക് എന്ത് പറയാ, ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. സോ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമാണ് ക്ലോഷർ പ്രോപ്പർട്ടിയിൽ ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ വരുന്നത്. ദെൻ ഡിവിഷനും സബ്ട്രാക്ഷനും നമുക്ക് വരുന്നില്ല കേട്ടോ. നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് ഏത്, ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇന്റിജേഴ്സിന്റെ കേസിൽ നോക്കിയാലോ. നമ്മൾ ഹോൾ നമ്പേഴ്സിന്റെ കേസ് പഠിച്ചു അല്ലെ, ഇനി നമുക്ക് ഇന്റിജേഴ്സ് നോക്കാം. ഓക്കെ, ഇന്റിജേഴ്സ്, രണ്ട് ഇന്റിജർ ആഡ് ചെയ്ത് നോക്കാം. 3 + 2, 3ഉം 2ഉം ഇന്റിജർ ആണ്. 5 അതും ഒരു ഇന്റിജർ ആണ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് -6 + 2? -6 എന്താണ്, ഒരു ഇന്റിജർ ആണ്. 2 എന്താണ്, ഒരു ഇന്റിജർ ആണ്. സോ അത് രണ്ടും ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ സബ്ട്രാക്ട് എന്താ, നമ്മൾ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യും ആൻഡ് ഗീവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. ലാർജ് നമ്പറിന്റെ എന്താ സൈൻ ആണ് കൊടുക്കുക. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 2 പോയാൽ എത്ര, 6 2 പോയാൽ 4. ലാർജ് നമ്പറിന്റെ സൈൻ ഏതാ, നെഗറ്റീവ്. സോ നെഗറ്റീവ്. Okay, so -6 + 2 is -4. Okay, so നമുക്ക് രണ്ട് ഇന്റിജേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. -6ഉം ഒരു ഇന്റിജർ ആണ്, 2ഉം ഒരു ഇന്റിജർ ആണ്. എഗെയിൻ നമുക്ക് ഒരു ഇന്റിജർ കിട്ടി. ഓക്കെ, then what about -3 + -2? രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യാ, നെഗറ്റീവ് സൈന് കൊടുക്കുക. സോ നമ്മൾ ആഡ് ചെയ്തു, നെഗറ്റീവ് സൈന് കൊടുത്തു. സോ -3ഉം -2ഉം എന്താണ്, ഇന്റിജേഴ്സ് ആണ്. സോ -3ഉം -2ഉം ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്ക് എന്ത് കിട്ടി, ഒരു ഇന്റിജർ കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് വെൻ വി ആഡ് 2 ഇന്റിജേഴ്സ് എഗെയിൻ വി ഹാവ് ഇന്റിജർ. ദാറ്റ് മീൻസ് എയും ബിയും രണ്ട് ഇന്റിജേഴ്സ് ആണെങ്കിൽ a + b ഈസ് ഓൾസോ ആൻ ഇന്റിജർ. രണ്ട് ഇന്റിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസറും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഇന്റിജർ കിട്ടുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാ, ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഹോൾ നമ്പേഴ്സും ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആയിരുന്നു, ഇന്റിജേഴ്സും ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ് അല്ലെ. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ നോക്കിയാലോ. ഓക്കെ, സബ്ട്രാക്ഷൻ 3 - 2 which is equal to what, 1. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. ഓക്കെ, then what is -6 - -2? സോ ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് -6ഉം -2 ആണ്. -6ഉം ഒരു ഇന്റിജർ ആണ്, -2ഉം ഒരു ഇന്റിജർ ആണ്. സോ ഇത് ഈ -6ഉം -2ഉം കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. സോ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഇങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ ഇതിന്റെ മീനിങ് എന്താ, അഡീഷൻ. ദാറ്റ് മീൻസ് മൈനസ് ഇൻറ്റു മൈനസ് ആണ്, ദാറ്റ് മീൻസ് പ്ലസ്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -6 + 2 എന്ന് എഴുതാം അല്ലെ. സോ എന്താണ് -6 + 2 എന്ന് പറഞ്ഞാല്, ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. സോ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും, ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കും. സോ നമുക്ക് -4 എന്ന് കിട്ടി. സോ രണ്ട് ഇന്റിജേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഇന്റിജർ കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് എന്ത് പറയാൻ പറ്റും, എയും ബിയും രണ്ട് ഇന്റിജർ ആണെങ്കിൽ a - b ഈസ് ഓൾസോ ആൻ ഇന്റിജർ. a - bയും ഒരു ഇന്റിജർ ആണ്. പക്ഷെ ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ എങ്ങനെയായിരുന്നു, എന്താണ്, രണ്ട് ഹോൾ നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു ഹോൾ നമ്പർ ആയിരുന്നോ കിട്ടി, അല്ല, നമുക്ക് നെഗറ്റീവ് സൈൻ വരുന്ന നമ്പേഴ്സും കിട്ടിയിരുന്നു അല്ലെ. സോ നമ്മൾ എന്ത് പറഞ്ഞു, ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ആയിരുന്നു. പക്ഷെ ഇന്റിജേഴ്സിലെ കേസിൽ നമുക്ക് നെഗറ്റീവ് എന്നാൽ കുഴപ്പമില്ല. കാരണം എന്താ, നെഗറ്റീവ് വരുന്ന നമ്പർ എന്താണ്, ഒരു ഇന്റിജർ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷനിൽ ക്ലോസ്ഡ് ആണ് ഇന്റിജേഴ്സ്. ഓക്കെ, സോ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ ക്ലോസ്ഡ് ആണെന്ന് നോക്കി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കാം. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് ഇന്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. -2 × 1. -2ഉം ഒരു ഇന്റിജർ ആണ്, 1ഉം ഒരു ഇന്റിജർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -2 വിച്ച് ഈസ് ഓൾസോ ആൻ ഇന്റിജർ. Then what about -3 × -2 which is equal to, രണ്ട് മൈനസ്
നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ അത് പ്ലസ് ആയിരിക്കും. 3 into 2 എന്ന് പറഞ്ഞാൽ 6 minus 3 into minus 2 is equal to 6. അപ്പൊ രണ്ട് ഇന്റിജേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എഗെയിൻ നമുക്ക് ആൻസറും എന്താണ്, ഒരു ഇന്റിജർ ആണ് അല്ലെ കിട്ടുന്നത്. സോ എയും ബിയും രണ്ട് ഇന്റിജർ ആണെങ്കിൽ a into b is also an integer. സോ നമ്മൾ എന്ത് പറയും, ഇന്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സോ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ഇതിലും നമുക്ക് കറക്റ്റ് ആണ് കിട്ടുന്നത്, ക്ലോസ്ഡ് ആണ് എന്നാണ് കിട്ടുന്നത്. സോ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണ് നോക്കി, അത് ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ഡിവിഷന് നോക്കാം. ഡിവിഷൻ, വാട്ട് അബൌട്ട് ഡിവിഷൻ? നമ്മൾ ഓൾറെഡി 6/3 നമുക്ക് ചെയ്യാം, കാരണം രണ്ട് ഇന്റിജർ ആണ്. 2 ഇറ്റ് ഈസ് അഗെയിൻ an ഇന്റിജർ കിട്ടുന്നുണ്ട്. ദെൻ വാട്ട് അബൌട്ട് 3/6 which is equal to 1/2. ഇതൊരു ഇന്റിജർ അല്ല. ദെൻ -9/3. So what is -9/3 which is equal to -3 അല്ലെ? സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഇന്റിജർ ആണെന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ചില കേസസിൽ നമുക്ക് എഗെയിൻ ഒരു ഇന്റിജർ കിട്ടുന്നില്ല. സോ ഡിവിഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എയും ബിയും രണ്ട് ഇന്റിജേഴ്സ് ആണെങ്കിൽ a ഡിവൈഡഡ് ബൈ ബി എന്താണ്, നമുക്ക് എഗെയിൻ ഒരു ഇന്റിജർ അല്ല കിട്ടുന്നത്. ഓക്കെ, സോ ഇന്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇന്റിജേഴ്സ് അഡീഷനിലും ക്ലോസ് ആണ്, സബ്ട്രാക്ഷനിലും ക്ലോസ്ഡ് ആണ്, മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്. ഇന്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഓക്കെ, സോ നമ്മൾ ഹോൾ നമ്പേഴ്സിന്റെ കേസും ഇന്റിജേഴ്സിന്റെ കേസും കഴിഞ്ഞു. ഇനി നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ കേസിലോട്ട് പോവാം. സോ എന്തായിരുന്നു റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലെ? സോ രണ്ട് p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 3/7 പ്ലസ് 2/7. 3/7 പ്ലസ് 2/7. ഓക്കെ, സോ എന്താണ് 3/7 പ്ലസ് 2/7 എന്ന് പറഞ്ഞാല്, ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ഓൾറെഡി 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, രണ്ട് റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുക, ന്യൂമറേറ്റർ ആഡ് ചെയ്യും, ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് വെക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 5/7. സോ രണ്ട് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു അല്ലെ? സോ എഗെയിൻ നമുക്ക് എന്ത് കിട്ടി, ഒരു റാഷണൽ നമ്പർ കിട്ടി. ദെൻ വാട്ട് ഈസ് -2/5 പ്ലസ് -5/9. സോ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? അല്ല, ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. സെയിം ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് 5ഉം 9ഉം നമ്മൾ എങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആക്കുക? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഏത് രീതിയിൽ ചെയ്താലും നമ്മൾ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ തന്നാൽ ഒന്നെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. സോ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്താണോ നമ്മൾ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യണം. സോ വാട്ട് ഈസ് -2 into 9? ഇറ്റ് ഈസ് -18. 5 into 9 45 ആണ്. രണ്ടിന്റെ ഡിനോമിനേറ്ററും 45 ആണ് അല്ലെ? -18/45. Then what is -5 into 5? That is -25/45. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? സോ ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. സോ -18 പ്ലസ് -25 ഡിവൈഡഡ് ബൈ 45. സോ എന്താ -18 പ്ലസ് -25? രണ്ടും നെഗറ്റീവ് സൈൻ ആണ്. രണ്ടും നെഗറ്റീവ് സൈൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, നെഗറ്റീവ് സൈൻ കൊടുക്കും. സോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വാട്ട് ഈസ് 8 + 5? 18 + 25 നമുക്ക് ചെയ്ത് നോക്കാം. 18 + 25. സോ 8 + 5 എന്താ? 13. Then 43 എന്ന് കിട്ടി അല്ലെ? 18 + 25 43 അല്ലെ?
യെസ് 43. സോ നെഗറ്റീവ് സൈൻ കൊടുക്കണം, കാരണം രണ്ടും നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് 43/45. ഓക്കെ, നെഗറ്റീവ് 43/45 ഈസ് എഗെയിൻ എ റാഷണൽ നമ്പർ. നമ്മൾ രണ്ട് റാഷണൽ നമ്പർ ആഡ് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു റാഷണൽ നമ്പർ കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. രണ്ട് റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം നമുക്ക് എഗെയിൻ ഒരു റാഷണൽ നമ്പർ ആണ് കിട്ടുന്നത്. സോ റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഹോൾ നമ്പേഴ്സിന്റെ കേസിലും ഇന്റിജേഴ്സിന്റെ കേസിലും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ക്ലോസ്ഡ് ആണ് അഡീഷൻ എന്ന്. അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിന്റെ കേസിലും എന്താണ്, അഡീഷൻ ക്ലോസ്ഡ് ആണ് കേട്ടോ. രണ്ട് റാഷണൽ നമ്പർ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് എന്താണ് കിട്ടുന്നത്, റാഷണൽ നമ്പർ ആണ്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ നോക്കിയാലോ, രണ്ട് റാഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഈ റാഷണൽ നമ്പേഴ്സ് തന്നെ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 3/7 മൈനസ് 2/7. സോ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യാം. 3 - 2/7 വിച്ച് ഈസ് ഈക്വൽ ടു 1/7. രണ്ട് റാഷണൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു റാഷണൽ നമ്പർ ആണ് അല്ലെ കിട്ടിയേ. ഇനി വേറെ കേസ് നോക്കിയാലോ, ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത കേസ്. ഓക്കെ, സെയിം ഇല്ലാത്ത കേസ് നോക്കാം. -5/3 -6/4. സോ -5/3 എന്ന് പറഞ്ഞ റാഷണൽ നമ്പറും ഉണ്ട്, 6/4 എന്ന് പറഞ്ഞ റാഷണൽ നമ്പറും ഉണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ്. സോ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആവാ ഇതിന്റെ LCM എന്താ, 4ഉം 3ഉം. 4 × 3 12. സോ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സോ വാട്ട് ഈസ് -5 × 4? -20 മൈനസ് വാട്ട് ഈസ് 6 × 3? 18 ബൈ എന്താ 4 × 3 നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ് 12. ഇനി ഇത് രണ്ടും കൂടെ രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -38/12. ഓക്കെ, -38/12. ഓക്കെ, സോ നമുക്ക് എന്താ, രണ്ട് റാഷണൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തപ്പം എഗെയിൻ നമുക്കൊരു റാഷണൽ നമ്പർ കിട്ടിയില്ലേ. ഇതും P/Q ഫോമുലാണ്. പിയും ക്യൂവും ഇന്റിജർ ആണ്, Q ≠ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷനിലും ക്ലോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മള് എയും ബിയും രണ്ട് റാഷണൽ നമ്പർ ആണെങ്കിൽ A + ബിയും റാഷണൽ നമ്പർ ആണ്. ഇനി അതുപോലെ എയും ബിയും രണ്ട് റാഷണൽ നമ്പർ ആണെങ്കിൽ A - ബിയും റാഷണൽ നമ്പർ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കാം. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് റാഷണൽ നമ്പേഴ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. 2/3 × 4/5. ഓക്കെ, 2/3 ഒരു റാഷണൽ നമ്പർ ആണ്, 4/5 ഒരു റാഷണൽ നമ്പർ ആണ്. സോ രണ്ട് റാഷണൽ നമ്പേഴ്സ് എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ ഓൾറെഡി അഡീഷനും സബ്ട്രാക്ഷനും പറഞ്ഞു. നമ്മൾ അഡീഷനിൽ എന്തായിരുന്നു, അഡീഷനിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ സബ്ട്രാക്ഷന്റെ കേസിലാണെങ്കിൽ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യും. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമ്മൾ സെയിം ആക്കിയിട്ട് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് റാഷണൽ നമ്പർ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം? എങ്ങനെ ചെയ്യും? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് ഈസ് 2 × 4? 8 ബൈ വാട്ട് ഈസ് 3 × 5? 15. സോ രണ്ട് റാഷണൽ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. എഗെയിൻ നമുക്ക് എന്ത് കിട്ടി? ഒരു റാഷണൽ നമ്പർ കിട്ടിയില്ലേ. ദെൻ നമുക്ക് വേറൊരു കേസ് നോക്കിയാലോ. -6/2 × -6/2 × -6/2 × 4/3. സോ ഇതെന്താ, നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് -6 × 4? -24. ഓക്കെ, ദെൻ വാട്ട് ഈസ് 2 × 3? 6. സോ നമുക്ക് എന്ത് കിട്ടി? എഗെയിൻ നമുക്ക്
ഒരു റാഷണൽ നമ്പർ കിട്ടിയില്ലേ? രണ്ട് റാഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എഗെയിൻ നമുക്കൊരു റാഷണൽ നമ്പർ കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അഡീഷനിലും ക്ലോസ്ഡ് ആണ്, സബ്ട്രാക്ഷനിലും ക്ലോസ്ഡ് ആണ്, മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആണ്. നമുക്ക് ഡിവിഷൻ നോക്കിയാലോ? ഓക്കെ, എന്താണ് ഡിവിഷൻ? രണ്ട് റാഷണൽ നമ്പേഴ്സ് എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും നോക്കാം. ഓക്കെ, 2/3 ഡിവൈഡഡ് ബൈ 6/2. ഇത് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? രണ്ട് റാഷണൽ നമ്പേഴ്സ് എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം? ഡിവിഷൻ സൈന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കും, എന്നിട്ട് സെക്കൻഡ് റാഷണൽ നമ്പർ റെസിപ്രോക്കൽ ചെയ്തു. എന്താ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 2/3 അതുപോലെ ചെയ്തു. ഇനി ഡിവിഷൻ സൈൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇനി ഈ 6/2 എന്താവും? റെസിപ്രോക്കൽ ആയിട്ട് 2/6. ഇനി ഇത് നമുക്ക് ചെയ്യാൻ അറിയില്ലേ? ഡിവിഷന് നമ്മൾ ഈ ഒരു പാറ്റേണിലാക്കി. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാം രണ്ട് റാഷണൽ നമ്പർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ 2 into 2 എന്താ? 4 by what is 3 into 6? 18. സോ 4/18 കിട്ടി. രണ്ട് റാഷണൽ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എഗെയിൻ ഒരു റാഷണൽ നമ്പർ കിട്ടി. ഇങ്ങനെയാണ് കേട്ടോ റാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്യുക. എങ്ങനെ? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കും, സെക്കൻഡിന്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പൊ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ആയി. സോ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ഓക്കെ, സോ ബട്ട് എല്ലാ കേസസിലും ഇങ്ങനെ ആയിരിക്കൂല. എ എന്ന് പറഞ്ഞൊരു റാഷണൽ നമ്പർ ഉണ്ടെങ്കിൽ a/0 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ഡിനോമിനേറ്റർ 0 ആവരുത്. വി ഓൾറെഡി ടോൾഡ് ദാറ്റ് റാഷണൽ നമ്പേഴ്സിൽ q നോട്ട് ഈക്വൽ ടു 0. നമ്മുടെ ഡിനോമിനേറ്റർ 0ക്ക് ഈക്വൽ ആവരുത്. സോ നമുക്ക് 2/0 എന്ന് പറ്റൂല. ഇതെന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമുക്ക് a എന്ന് പറഞ്ഞൊരു റാഷണൽ നമ്പർ ഉണ്ടെങ്കിൽ by0 എന്ന് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. സോ റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബട്ട് ഡിവിഷൻ എന്താ? ക്ലോസ്ഡ് അല്ല. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലോസ്ഡ് അണ്ടർ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇന്റിജേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. സോ അഡീഷൻ നോക്കാം. റാഷണൽ നമ്പർ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു. റാഷണൽ നമ്പർ അഡീഷനിലും ക്ലോസ്ഡ് ആണ്, സബ്ട്രാക്ഷനിലും ക്ലോസ്ഡ് ആണ്, മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണ്. ബട്ട് ഡിവിഷനിൽ എന്താ? ക്ലോസ്ഡ് അല്ല. ദെൻ നമ്മൾ ഇന്റിജേഴ്സ് പറഞ്ഞിരുന്നു അല്ലെ? ഇന്റിജേഴ്സും അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എന്തുണ്ട്? ക്ലോസ്ഡ് ആണ്. ബട്ട് ഡിവിഷനിൽ ക്ലോസ്ഡ് അല്ല. പിന്നെ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ഒരേ രീതിയിൽ തന്നെ നമുക്ക് പറ്റും. എന്തായിരുന്നു? 2ഉം 3ഉം രണ്ട് എന്താണ്? ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ 2+3 എന്ന് പറഞ്ഞാൽ 5ഉം എന്താണ്? ഒരു ഹോൾ നമ്പർ ആണ്. സോ അഡീഷനില് അത് കറക്റ്റ് ആണ്. ബട്ട് സബ്ട്രാക്ഷനിൽ എന്തായിരുന്നു? കറക്റ്റ് അല്ല. ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പറും നമ്മൾ രണ്ട് ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് ഒരു ഹോൾ നമ്പേഴ്സ് അല്ല കിട്ടുന്നത്. നമുക്ക് ചില കേസിൽ ഇന്റിജേഴ്സ് വരുന്നുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ട്. സോ നമുക്ക് എന്താ പറയാ? സബ്ട്രാക്ഷനിൽ ക്ലോസ്ഡ് അല്ല. ഏതൊക്കെ? ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും. ദെൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ എല്ലാ നമ്പേഴ്സും എന്താണ്? ക്ലോസ്ഡ് ആണ്. ഡിവിഷനിൽ ഏത് നമ്പറും നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് കിട്ടിയിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങൾ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും എല്ലാ നമ്പേഴ്സും എന്താണ്? ക്ലോസ്ഡ് ആണ്. സബ്ട്രാക്ഷനിൽ റാഷണൽ നമ്പേഴ്സും ഇന്റിജേഴ്സും മാത്രം, ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ഇല്ല. ഡിവിഷനിൽ എന്താ? ഏത് നമ്പറും എന്താണ്? ക്ലോസ്ഡ് അല്ല. സോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ പഠിച്ചത്. ഓക്കെ, എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെ? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ക്ലോഷർ പ്രോപ്പർട്ടി. സോ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്താന്ന് പറഞ്ഞു അല്ലെ? ആദ്യം നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്താന്ന് പഠിച്ചു, നാച്ചുറൽ നമ്പർ പഠിച്ചു, ഹോൾ നമ്പർ പഠിച്ചു, ഇന്റിജർ പഠിച്ചു. പിന്നെ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി നോക്കി. ക്ലോഷർ പ്രോപ്പർട്ടി എല്ലാ കേസസിലും നോക്കി. ഹോൾ നമ്പേഴ്സിൽ നോക്കി, ഇന്റിജേഴ്സിൽ നോക്കി, റാഷണൽ നമ്പേഴ്സിൽ നോക്കി. എന്നിട്ട് ഇതിന്റെ 4 കേസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പിന്നെ ഇന്റിജേഴ്സിലും 4 കേസിലും നോക്കി, റാഷണൽ നമ്പേഴ്സിലും 4 കേസിലും നോക്കി അല്ലെ? സോ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഇതാണ്. അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും എല്ലാ നമ്പേഴ്സും ക്ലോസ്ഡ് ആണ് അല്ലെ? സബ്ട്രാക്ഷനിൽ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും ക്ലോസ്ഡ് അല്ല. ഡിവിഷനിൽ ഏത് നമ്പേഴ്സും ക്ലോസ്ഡ് അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.